കുരുക്കഴിക്കുന്ന മാതാവ്. ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനത്തെ ഓക്സ്ബുർഗിലെ വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മരിയൻ ചിത്രമാണ് കുരുക്കഴിക്കുന്ന മാതാവ്. ഫ്രാൻസിസ് പാപ്പ ജർമ്മനിയിൽ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരിക്കെ ഈ ചിത്രം കാണുകയും പിന്നീട് മെത്രാനായപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ കുരുക്കഴിക്കുന്ന മാതാവിനുള്ള ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്തു. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാൾ സെപ്റ്റംബർ 28-നാണ് ആഘോഷിക്കുന്നത്. വോൾഫ്ഗാങ് ലാംഗൻമാൻഡൽ എന്ന ജർമ്മൻകാരൻ്റെ ജീവിത കഥയുമായി കൂട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രത്തിൻ്റെ കഥ. വോൾഫ്ഗാങ്ങും ഭാര്യ സോഫിയും മാതൃകാപരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരായിരുന്നു. 1612 ആയപ്പോഴേക്കും ആ ദാമ്പത്യ ബന്ധത്തിൽ ചില വിള്ളലുകൾ വീഴാൻ തുടങ്ങി. ഒരു വേള വിവാഹമോചനത്തിൻ്റെ വക്കുവരെ എത്തി. ദാമ്പത്യം സംരക്ഷിക്കുവാനായി വോൾഫ്ഗാങ് ഓക്സ്ബുർഗിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയുള്ള ഇംഗോൾസ്റ്റാഡ് സർവകലാശാലയിലെ അധ്യാപകനായിരുന്ന ഈശോസഭ വൈദികൻ ഫാദർ ജേക്കബ് റേമിനെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. തീക്ഷ്ണമതിയായ വോൾഫ്ഗാങ് 28 ദിവസത്തിനിടയിൽ 4 തവണ ഫാദർ റേമിനെ സന്ദർശിക്കുകയും വിശുദ്ധനായ ആ വൈദികനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും ചെയ്തു. മാതൃഭക്തനായിരുന്ന റേമച്ചൻ ജ്ഞാനത്തിലും അസാധാരണമായ ബുദ്ധിവൈഭവത്തിലും പ്രശസ്തനായിരുന്നു. ഒരിക്കൽ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണം റേമച്ചൻ അനുഭവിച്ചതായി പറയപ്പെടുന്നുണ്ട്. ഈ ദർശനത്തിൽ അമ്മ 3 പ്രാവശ്യം സ്തുത്യർഹവൈദി എന്ന വാചകം പ്രത്യക്ഷപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോ തവണ കാണുമ്പോഴും വോൾഫ്ഗാങ്ങും ഫാദർ റേമും കന്യകാമറിയത്തിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അവരുടെ കൂടിക്കാഴ്ചയുടെ അവസാന ദിനം കൃത്യമായി പറഞ്ഞാൽ 1615 സെപ്റ്റംബർ 28-ന് റേമച്ചൻ ആശ്രമം ചാപ്പലിൽ മഞ്ഞുമാതാവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. രണ്ടുപേരും പരസ്പരം കണ്ടപ്പോൾ വോൾഫ്ഗാങ് തൻ്റെ വിവാഹ റിബൺ റേമച്ചന് നൽകി. പ്രാർത്ഥനയോടെ ആ വന്യവൈദികൻ വിവാഹ റിബൺ മാതൃസന്നിധിയിലേക്ക് ഉയർത്തി. അത്ഭുതമെന്ന് പറയട്ടെ, റിബണിൻ്റെ കെട്ടുകൾ ഓരോന്നായി സ്വയം അഴിഞ്ഞു. അതിൻ്റെ നിറം വെളുത്തതായി. ഈ സംഭവത്തിന് ശേഷം വോൾഫ്ഗാങ്ങും സോഫിയയും തങ്ങളുടെ വിവാഹമോചനമെന്ന തീരുമാനം ഉപേക്ഷിക്കുകയും വിശ്വസ്ത ദമ്പതികളായി തുടരുമെന്ന് മാതൃസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. വോൾഫ്ഗാങ്ങിൻ്റെ കൊച്ചുമകൻ ഹിരോണിമസ് അംബ്രോസിയസ് ലാംഗൻമാൻഡൽ വൈദികനും കാനൻ നിയമ പണ്ഡിതനുമായി. 1700-ൽ ആദ്യവർഷങ്ങളിൽ ഓക്സ്ബർഗിലെ ആംപെർലാഹിലുള്ള വിശുദ്ധ പത്രോസിൻ്റെ പള്ളിക്ക് ഒരു ബലിപീഠം ദാനം ചെയ്യാൻ ഹിറോണിമസച്ചൻ്റെ കുടുംബം തീരുമാനിച്ചു. അത്തരം സംഭാവനകൾ അക്കാലത്ത് ഒരു സാധാരണ പാരമ്പര്യമായിരുന്നു. ബലിപീഠം ഉപദേശത്തിൻ്റെ മാതാവിന് സമർപ്പിക്കപ്പെട്ടതായിരുന്നു. ബലിപീഠത്തിൽ ചിത്രരചന നടത്താൻ നിയോഗിച്ചത് ജൊഹാൻ മെൽച്ചിയർ ജോർജ് ഷ്മിൻഡൻ എന്ന ചിത്രകാരനെയാണ്. വോൾഫ്ഗാങ്, സോഫി, ഫാദർ റേം എന്നിവരുടെ കഥയെ അടിസ്ഥാനമാക്കിയാണ് ജൊഹാൻ പെയിൻറ്റിംഗ് നടത്തിയത്. അതിനാലാണ് വിവാഹജീവിതത്തിൻ്റെ റിബണിൻ്റെ കെട്ടുകൾ അഴിക്കുന്ന മറിയത്തെ ജൊഹാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അമലോത്ഭയായ കന്യകാമറിയം സർപ്പത്തെ തൻ്റെ പാദങ്ങൾക്കിടയിൽ ചതച്ചു കൊല്ലുന്നു. പാപത്തിൻ്റെ കണിക പോലും ഏൽക്കാത്ത മറിയമാണ് സാത്താനെതിരായുള്ള പോരാട്ടത്തിലെ ശാശ്വത എതിരാളി. ചിത്രത്തിലെ പ്രാവ് മറിയം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് എന്നതിൻ്റെ സൂചനയാണ്. അമ്മയെ സഹായിക്കാൻ 2 ദൂതന്മാരുണ്ട്. ഒരാൾ നമ്മുടെ ജീവിതത്തിൻ്റെ കെട്ടുകളടങ്ങിയ റിബൺ മറിയത്തിന് സമർപ്പിക്കുമ്പോൾ മറ്റൊരു മാലാഹ കെട്ടുകളഴിച്ച റിബൺ മറിയത്തിൽ നിന്ന് സ്വീകരിക്കുന്നു. ചിത്രത്തിനടിയിലായി ആകുലനായ വോൾഫ്ഗാങ്ങിൻ്റെ മുഖ്യദൂതനായ റാഫേൽ സന്യാസാശ്രമത്തിലേക്ക് നയിക്കുന്നതിനെ ചിത്രീകരിച്ചിരിക്കുന്നു. കാലക്രമേണ ലാംഗൻമാൻഡിൽ കുടുംബത്തിൻ്റെ കഥ ആളുകൾ മറന്നു തുടങ്ങിയെങ്കിലും ഓക്സ്ബർഗിലെ ആംപെർലാഹിലുള്ള വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയത്തിൽ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കുറച്ചു വർഷങ്ങൾ അതേ നഗരത്തിലെ കർമ്മലീത്ത മഠത്തിലായിരുന്നു ഈ ചിത്രത്തിൻ്റെ സ്ഥാനം. യുദ്ധങ്ങളും വിപ്ലവങ്ങളും അതിജീവിച്ച ഈ മാതൃചിത്രം ഇന്നും അനേകരുടെ അഭയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുടെ പ്രത്യേക മധ്യസ്ഥയാണ് കുരുക്കഴിക്കുന്ന മാതാവ്. കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന നോക്കാം. കന്യകാമറിയമേ, അപേക്ഷയുമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവേ, സ്നേഹം നിറഞ്ഞ അമ്മേ, സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ.
ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു. എൻ്റെ വേദന നീ ഗ്രഹിക്കുന്നു. ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ, എൻ്റെ ജീവിതത്തിൻ്റെ നാട ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. നീയാകുന്നു എൻ്റെ ശരണം. തിന്മപ്പെട്ട ശക്തികൾക്ക് അത് നിന്നിൽ നിന്നും തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു. നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. എന്നിട്ട് ആവശ്യം പറയുക, ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. നീയാകുന്നു എൻ്റെ ശരണം. എനിക്ക് തരുന്ന ഏക ആശ്വാസവും എൻ്റെ ബലഹീനതയുടെ ശക്തീകരണവും എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നിർമ്മാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവേ, ഈ അപേക്ഷകൾ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ആമേൻ.